എന്നാൽ വെള്ളിയാഴ്ച ദിവസം പോലും പള്ളിയിൽ കയറാതെ പട്ടച്ചാരായ അടിച്ചു കിടക്കണ കാക്കായി ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന്. എല്ലാത്തിനും സ്വർഗമാ വേണ്ടത്. അത് അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവനാണെങ്കിലും അഹങ്കരിച്ച് ജീവിക്കുന്നവനാണെങ്കിലും എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകണമെന്ന് വല്ലാത്ത മോഹമാ. എന്നാൽ സ്വർഗത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്ക് എന്തറിയാം? എന്താ സ്വർഗം? എന്താ എന്നൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ്. എന്താ സ്വർഗം? എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവൂല എന്നാ പറഞ്ഞേ. നിങ്ങൾ എത്ര ആലോചിച്ചാലും അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സ്വർഗം നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, സ്വർഗം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഒരു മരം നിൽക്കുന്ന നല്ല ഒരു തേക്ക് മരം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരം, ഒരു തണൽ വൃക്ഷമുണ്ട് സ്വർഗത്തിൽ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഈ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ, ഇതുപോലൊരു മരം, ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, ഒരു നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിര, ആ കുതിരയുടെ മുകളിൽ സ്വർഗത്തിലെ ഒരു ചെറിയ മരത്തിന്റെ ചുവട്ടിലൂടെ എത്ര കൊല്ലം സഞ്ചരിച്ചു? 100 സന, 100 കൊല്ലം. 100 വർഷം ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചു 100 കൊല്ലം. ലാ യഖ്തഉഹ, അവൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 വർഷം ഒരു മനുഷ്യൻ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിച്ചിട്ട്, അതും ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് ഒരു മരം വിട്ടുകിടക്കാൻ പറ്റില്ല എങ്കിൽ ആ മരത്തിന്റെ വലിപ്പം എന്താവെന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മരത്തിന്റെ വലിപ്പം ഇതാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം നിലമ്പൂര് പോയിട്ട് ഏറ്റവും വലിയ തേക്കേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, 100 കൊല്ലം സഞ്ചരിച്ചിട്ട് ഒരു മരം വിട്ടുകിടക്കുന്നില്ല. അത്രയ്ക്കും വലുതാണ് ഒരു മരമെങ്കിൽ സ്വർഗത്തിന്റെ വലിപ്പം എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ടാ അള്ളാഹ് പറഞ്ഞത്, കൂടുതൽ ചിന്തിച്ചാൽ തിരിയൂല, നിങ്ങൾക്ക് മനസ്സിലാവൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ആഗ്രഹം അവിടെ പോകാൻ. ആ സ്വർഗം കണ്ടവരുണ്ട്, ആ സ്വർഗത്തിൽ ജീവിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ജീവിക്കുന്ന 2 പ്രവാചകന്മാരാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, 2 മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരും സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട്. ഇവരെങ്ങനെ സ്വർഗത്തിൽ പോയേ? ഈസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. തന്റെ അനുയായികൾ കുരിശിൽ തറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കുറച്ചു കഴിയുമ്പോൾ അവസാന കാലഘട്ടമാകുമ്പോൾ ആ പ്രവാചകൻ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും, ഇവിടെ വെച്ച് മരണപ്പെടും. അല്ലാഹുവേ, ജന്നത്ത് മുത്തുനബിയുടെ റൗള ശരീഫിന്റെ ചാരത്ത് ഖബറടക്കപ്പെടും. ഇതൊക്കെ നമുക്ക് ചരിത്രം അറിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇദ്രീസ് നബി എങ്ങനെ സ്വർഗത്തിൽ പോയെ? സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. എങ്ങനെ സ്വർഗത്തിൽ പോയി? എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വർഗത്തിൽ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു മനോഹരമായൊരു ചരിത്രമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി തോന്നും. അങ്ങനത്തെ ഒരു ചരിത്രം. ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് എന്ന് ചോദിച്ചാൽ, ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്രായിൽ എന്ന് പറയുന്ന മലക്കും തമ്മിൽ വലിയ സൗഹാർദ്ദത്തില, കൂട്ടുകാരെ പോലെയാ. ഇടയ്ക്കിടയ്ക്കൊക്കെ അസ്രായിൽ ഇദ്രീസ് നബിയെ കാണാൻ വരും. അള്ളാഹു നമുക്കും കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആരെ ആരെ പറ, ആരെ? അസ്രായിൽ എന്ന് പറയുന്ന മലക്കനെ നല്ലതുപോലെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയൂല, എനിക്കറിയാം. പിന്നെ നീ പേടിച്ചെന്ന് പറഞ്ഞിട്ട് ഈ മലക്കന്നെ തിരിച്ചു പോകും ഇല്ലേ? നിങ്ങളൊക്കെ പേടിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഈ മലക്ക് തിരിച്ചു പോകത്തൊന്നും ഇല്ലല്ലോ. നീ കാണും. ഇതേ കണ്ണ് വെച്ചിട്ട് ആ മലക്കുകളെ കാണും. അള്ളാഹു നല്ലതുപോലെ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ, കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ? നാളെ കാണണോ? വേണോ മനുഷ്യന്മാരെ? വേണ്ട, ഇല്ലേ? മരിക്കുവോ? മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. മരിക്കൂന്ന് വിശ്വാസമുള്ളവർ. പിന്നെന്ത് നിനക്ക് അസ്രായിലിനെ കാണാൻ എത്ര പേടി?
പിന്നെ എന്തുകൊണ്ട് മരിക്കുമെന്ന് നിനക്ക് ഉറപ്പാ? പിന്നെ എന്തുകൊണ്ട് അസ്രായിലിനെ കാണാൻ ഇത്ര പേടി? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല ഉസ്താദെ, ഈ ധാരണ അല്ലേ? സമയായില്ല. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വിചാരിക്കുന്നത് മരണം അടുത്തിട്ടില്ല, ഇനിയും ഒരുപാട് കാലം ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്നുള്ള ഒരു ധാരണ. എന്നാ ആ ധാരണ വേണ്ടട്ടാ. ആ ധാരണ കൊണ്ടുനടക്കണ അത്ര നല്ലതല്ല. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാളുടെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. നിങ്ങളെയൊക്കെ പള്ളിക്കുഴി കൊണ്ടുപോയി കബറടക്കാൻ സമയമായോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ ഇല്ലേ? താത്താമാരെ, നിന്നെയൊക്കെ കൊണ്ട് അടക്കണ്ടേ? ഒരാളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം ഉണ്ടോ? ഞാൻ പറഞ്ഞു തരാം, ഉണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരാളുടെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ? എന്ന് കൈവക്കി. മരണത്തിന്റെ അടയാളം നിന്നെയൊക്കെ പള്ളിക്കുഴി കൊണ്ട് അടക്കാറായോ എന്ന് അറിയണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. താത്താമാരെ, വേണോ? മരണത്തിന്റെ 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. ഈ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ സമയം അടുത്തിട്ടുണ്ട്. വേണോ വേണോ എന്നുള്ളത് താത്താമാരൊക്കെ ഒന്ന് കൈവക്കിക്ക്. പേടി പൊക്കൂല. അപ്പൊ നീയൊക്കെ ഇത് കേട്ടിട്ട് ഇനി വഴുത് കേട്ടാ മതി. ഈ 3 അടയാളം കേട്ടിട്ട് വഴുത് കേട്ടാ മതി. എങ്കിലേ ഇന്നത്തെ വഴുത് കൊണ്ട് പ്രയോജനം ഉണ്ടാവും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നേരെ ഇരുന്നല്ലാണോ? നേരെ ഇരുന്നോ? നാളെ ഇതേ സമയം കബറില്ല. ഇന്നും കൂടെ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ നേരെ ഇരുന്നോ. താത്താമാരൊക്കെ ഇരുന്നോ? ഇന്നും കൂടെ നിനക്ക് ചാൻസ് ഉള്ളൂ. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നാളെ രാവിലെ പോയി വാങ്ങിച്ചോണം. എല്ലാ പെണ്ണുങ്ങളും ഇരിക്കണ ആണുങ്ങളോട് പറയുകയാ, സദസ്സിലിരിക്കുന്നവരോട് ഉൾപ്പെടെ ഈ പറയുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ കടം വീട്ടണോ, യാത്ര പറയണോ, പൊരുത്തം ചോദിക്കണോ, പള്ളിക്കുടി പോയിട്ട് ഇരിക്കൂർ പള്ളി ഇല്ല, എവിടുത്തെ പള്ളി ഏതാപ്പ? ഇപ്പോഴ പള്ളിയിലൊക്കെ കബറടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു കബറും കൂടെ നാളെ രാവിലെ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് പള്ളിക്കുഴിയിൽ ഒരു കുഴി എടുത്തിട്ടോ, നാളെ നിന്നെ കൊണ്ടുപോകുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. നേരെ ഇരിക്ക്. നിന്നെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു കഴിയുമ്പോ ഇരുത്തൊക്കെ അങ്ങ് മാറും. നേരെ ഇരുന്ന എല്ലാരും ഇത് ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണ പോലെയല്ല, നേരെ ഇരിയല്ല. നിങ്ങൾ എങ്ങനെയാ ഈ തെങ്ങിന്റെ ഭാഗത്ത് നിൽക്കണ മക്കളെ വേണമെങ്കിൽ കയറിക്കോ, നാളെ പള്ളിക്കൂടിയില്ല, ഇന്നത്തെ കൂടെ കേൾക്കാൻ പറ്റത്തുള്ളൂ, കയറിയിരുന്നു. സംഘാടകർ ഉൾപ്പെടെ അവരിക്കണ എല്ലാ ചങ്ങാതിമാരും നിങ്ങൾ 3-4 പേര് ഇരിക്കറോ, എവിടെങ്കിലും കയറിയിരുന്നു. ആ കാക്കായ്ക്ക് ഒരു കസേരയിട്ട് കൊടുക്കുമ്പോ എല്ലാവരും പുറത്തേക്കണം. എല്ലാവരും ഒന്നി കയറി ഇരിക്കും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യും. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റെഡിയല്ലേ? എഴുന്നേക്ക്. എഴുന്നേറ്റോ? എന്തായാലും നാളെ മുതൽ കബറി എഴുന്നേക്ക്. താത്താമാരെ, നിന്റെ മരണ അടയാളത്തിന്റെ താത്താമാര് മൊത്തം എഴുന്നേക്ക്. ബോധം കെട്ടൊന്നും വീടരുത്, പിടിച്ചു നിന്നോണം കേട്ടോ. കസേരയിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോ. പ്രായമുള്ള ഉമ്മാടത്തൊക്കെ മരുമക്കളൊക്കെ പോയി നിന്നോളി. വീണ പിടിക്കണ്ടേ? പറ ഉസ്താദേ, ഈ തള്ളയ്ക്ക് പോകാൻ സമയമായോ എന്ന് നോക്കട്ടെ. തന്നെ മരുമക്കളൊക്കെ കേട്ടോ? ഇൻഷാല്ലാ എല്ലാരും കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, മുത്തി നബി പറഞ്ഞതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അസ്രായിൽ എന്ന് പറയുന്ന മലക്കൊരു പ്രവാചകന് പറഞ്ഞു കൊടുത്ത 3-ാമത്തെ അടയാളം, 1-ാമത്തെ അടയാളം. റെഡിയല്ലേ? നിങ്ങൾക്ക് എന്തൊരു സന്തോഷമില്ലാത്ത നേരത്തെ ഇനിയിപ്പോ ഈ പറയണ ഈ പൗരത്വ ബില്ലൊക്കെ പാസ്സായി, ഇതൊക്കെ വന്ന് സെൻസസ് ഒക്കെ എടുത്ത് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോകാമല്ലോ, തറവാട്ടില്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തേ മനുഷ്യ ഒരു സന്തോഷമില്ലാത്ത എന്താ? കേട്ട 1-ാമത്തെ അടയാളം, ബയാദു ശഅരിക ബഅദ സവാദിഹി. ഈ ഇരിക്കണ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലോ താടിയിലോ കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അടുത്തടാ മോനെ നിന്റെ സമയം. നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലോ താടിയിലോ കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളവാ. ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1-ാമത്തെ അടയാളം എന്താ? ഞാൻ പുറകിലോട്ട് നോക്കണില്ല. എല്ലാരും നോക്കിക്കോളി ഇൻഷാ. ഒരു വെള്ള രോമം, ഞാൻ പറഞ്ഞത് വെറുതെയല്ല, ഒരു വെള്ള രോമം കാണുന്നുണ്ടോടാ അനിയ? വെട്ടിയിട്ടോടാ നിന്റെ കബറ്. നിങ്ങളോട് എന്റെ ഉമ്മമാരോട് പറയുകയാ, ഒരു വെളുത്ത രോമം നിന്റെ തലയിലുണ്ടെങ്കിൽ നിന്റെ സമയം അടുത്തു, കടം വീട്ടി.
അപ്പൊ ഏകദേശം ഉള്ളതിന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ബാക്കി രണ്ടെണ്ണം അതിന് വലിയ 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 പവറൊന്നും. ഇപ്പൊ ഏകദേശം തീരുമാനമായി. നീ ഇപ്പൊ ചിലര് ചിരിക്കുന്നുണ്ട് ഉസ്താദേ, അപ്പൊ എന്റെ നരച്ചില്ല ഇല്ലേ, രണ്ടാമത്തെ അടയാളം വേണോ? വേണോടാ ചെറുപ്പക്കാരാ, ചിരിയാ. ഈ ചിരി എപ്പോഴും വേണം, കൊലച്ചിരി ആവരുത്. രണ്ടാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങളാ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, അത് മരണത്തിന്റെ അടയാളവാ. ക്യാൻസർ മാത്രമല്ല, ഒരു തലവേദനയാണോ നിത്യമായിട്ട്, മൈഗ്രെയിൻ അല്ലേ, അവിടെ വേദന ഇവിടെ വേദന, ഇത് നിന്റെ അവസാനത്തെ വേദനയുടെ അടയാളവാ. ഒരുങ്ങിക്കോ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3, പഴയതുപോലെ ആരോഗ്യമൊന്നുമില്ല, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, പടച്ചവനെ കുനിയാൻ വയ്യ, നെഞ്ചും പിരിച്ച് നടന്നവനൊക്കെ കൂനു വന്നു തുടങ്ങി, മെലിഞ്ഞു തുടങ്ങി, തോലുകൾ ചുരുങ്ങി തുടങ്ങി, കൂനു വന്നു തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മരണത്തിന്റെ അടയാളമാ. അള്ളാഹു തയ്യാറാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹു അസ്റായിലിനെ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞേ, ആമീൻ പറഞ്ഞേ. അപ്പൊ അൽഹംദുലില്ലാ, ഒരുങ്ങിക്കോ എല്ലാരും. നിങ്ങൾ എന്തിനാ മക്കളെ ഇരിക്കണ കാക്കാമാരെ, ഇരിക്ക്. നാളെ മുതൽ കബറി റെസ്റ്റ് എടുക്കാനുള്ളതല്ലേ, കടന്ന് ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. അവിടെ കൊണ്ട് കടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കടക്കാൻ നീണ്ടു നിവർന്ന് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. അപ്പൊ മഹാനായി ഇദ്രീസ് നബിയും അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തമ്മിൽ കൂട്ടുകാരെ പോലായി. അപ്പൊ ഒരിക്കൽ ചോദിച്ചു, കിട്ടിയ അവസരം മുതലാക്കണമല്ലോ. ഇദ്രീസ് എന്ന് പറയുന്ന പ്രവാചകൻ ചോദിച്ചു, അസ്റായിലെ, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, ഈ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം, എന്നെ ഒന്ന് മരിപ്പിക്കൂ, എന്റെ റൂഹൊന്ന് പിടിക്കണം, എന്നിട്ട് തിരിച്ചു തന്നാ മതി. അപ്പൊ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുങ്ങാൻ പറ്റും. അസ്റായിൽ അലൈഹിസ്സലാമിനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അതങ്ങനെ നിസ്സാരമായിട്ടുള്ളൊരു ആഗ്രഹമല്ലല്ലോ. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഇദ്രീസ് നബി ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാ, പടച്ചവനെ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ മലക്കിനെ അതങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. റൂഹ് പിടിക്കാൻ പറഞ്ഞു. റൂഹ് പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? കൊള്ളാം. ഇദ്രീസ് നബിയോട് വെച്ച് എങ്ങനെയുണ്ടെന്ന് ഭയാനകമാണ് അസ്റായിലെ. ഇദ്രീസ് നബി രണ്ടാമത് പറഞ്ഞു, അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ചതാണ് നരകം, ഭയാനകമാണ് നരകം, ഒരാൾക്കും താങ്ങാൻ പറ്റാത്തതാണ് നരകം. ആ നരകം എന്നെ ഒന്ന് കൊണ്ട് കാണിച്ചു തരൂ. ഊട്ടി പോണമല്ലേ, എന്നെ കൊണ്ടുപോയിട്ട് ആ നരകം ഒന്ന് കാണിച്ചു തരുവ അസ്റായിലെ. കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാലോ. അവിടെ നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ. കൊണ്ടുപോയിട്ട് നരകം ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞു, എനിക്ക് ഇനി ഒരാഗ്രഹം കൂടെ ഉണ്ട്, പറ്റില്ല എന്ന് പറയരുത്, ഒന്നുകൂടെ ഉള്ളൂ. എങ്ങനെ എനിക്കിത് സാധിപ്പിച്ചു തരണം? എന്താണ് ആഗ്രഹം? അള്ളാന്റെ സ്വർഗം എനിക്കൊന്ന് കാണണം, പടച്ചുറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരണം. അതത്ര സിമ്പിളായിട്ടുള്ളൊരു വഴി കാര്യമല്ലല്ലോ. അള്ളാഹുവിനോട് മൂന്നാമതും ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയും അസ്റായിൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി. സ്വർഗത്തിന്റെ മുന്നിലെത്തിയപ്പോ അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എനിക്ക് കയറാൻ അനുവാദമില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിയാ ഞാൻ ഇവിടെ നിന്നോളാം. നിങ്ങൾ പോയി സ്വർഗമെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് വരണം, ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ, സമ്മതിച്ചു. കേറിപ്പോയി. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിൽ പോയിട്ട് ഇങ്ങനെ നടക്കാൻ, മനോഹരം കൊട്ടാരങ്ങൾ, അരുവികൾ, പഴങ്ങൾ, പദവികൾ, ഹൂറുല്യങ്ങൾ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ പുറത്തു നിന്ന് മടുത്തു. ഈ ചങ്ങാതി ഇറങ്ങി വരണില്ല. സ്വർഗത്തിന്റെ അകത്തേക്ക് കയറിപ്പോയ ഇദ്രീസ് നബിയെ കാണുന്നില്ല. ഒരുപാട് സമയമായി. അവസാനം അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വിളിച്ചു, ഇദ്രീസ് നബിയെ, ഇറങ്ങി വാ നബിയെ, ഞാൻ വരൂല. നബിയെ, വാ നബിയെ, ഞാൻ ഇറങ്ങി വരൂല. നബി, നിങ്ങൾ വരാന്ന് ഞാൻ വരൂല, എത്ര വിളിച്ചാലും ഞാൻ ഇറങ്ങൂല. അങ്ങനെ അസ്റായിൽ എന്ന് പറയുന്ന മലക്കും ഇദ്രീസ് നബിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു വിഷയം പരിഹരിക്കാൻ. അപ്പൊ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിന്റെ അടുത്ത് വന്നിട്ട് ഈ മലക്ക് ചോദിച്ചു, എന്താപ്പ വിഷയം, എന്താപ്പ? അള്ളാഹ് ചങ്ങാതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി പോയിട്ട് ഇപ്പൊ ഇറങ്ങി വരണില്ലല്ലോ. ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കയറി പോയിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ കണ്ടപ്പോ ഇപ്പൊ പറയാ ഇറങ്ങി വരൂല്ല, ഞാനിപ്പോ എന്താ ചെയ്യാ? അപ്പൊ മലക്ക് നേരെ ഇദ്രീസ് നബിയുടെ മുന്നിൽ പോയി. എന്താ നബിയെ പോകാത്തെ? പോകാന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ, ഇപ്പൊ എന്താ ഇറങ്ങി പോകാത്തെ? ഞാൻ പോവില്ല. അതെന്തേ? 3 കാരണങ്ങളുണ്ട്.
ഇദ്രീസ് നബി സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ അവിടെ നിന്ന് പറഞ്ഞ 3 കാരണങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അതിനകത്തുണ്ട് ആ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇദ്രീസ് നബി പറഞ്ഞു, എല്ലാവരും KL-59G 1451 കാറ് ട്രാഫിക് ബ്ലോക്കായി നിർത്തിയിട്ടുണ്ട്, ഒന്ന് പോയി എടുത്ത് മാറ്റി കൊടുക്കുക. എന്ത് കാറാ പോയത്? കാരണം നമ്പർ പറഞ്ഞാൽ അറിയത്തില്ല ആൾക്ക്. വൈറ്റ് സ്വിഫ്റ്റ്, പോയി മാറ്റി കൊടുക്കും. അപ്പൊ അള്ളാഹുവേ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒന്നാമത്തെ കാരണം, എല്ലാരും മരിക്കും ഇല്ലേ, ലോകത്ത് വന്ന എല്ലാരും മരിക്കും, മരണത്തിന്റെ വേദന എല്ലാവരും അനുഭവിക്കും, പക്ഷെ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി, എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ. ഞാൻ ഒരു വട്ടം എന്തായാലും മരിച്ചു, ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞ ആളാണ്. രണ്ടാമതായി പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നരകം കാണുമെന്ന്, ഞാൻ കണ്ടു. നരകം കാണുമെന്ന് അള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നരകവും കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞു, സ്വർഗത്തിൽ കയറിയ ഒരാൾ അള്ളാഹു ഇറക്കി വിടാറില്ല, സ്വർഗത്തിൽ കയറിയ ഒരാളെ അള്ളാഹു അങ്ങനെ പുറത്താക്കാറില്ല, അതുകൊണ്ട് ഇനി ഞാൻ ഇറങ്ങൂല, അള്ള എന്നെ ഇറക്കി വിട്ടാലേ ഞാൻ പോത്തുള്ളൂ. ഇനി അള്ള ഇവിടെ തന്നെ ഇറക്കി വിടണം, ഇല്ലാതെ ഞാൻ ഇനി പുറത്തേക്കില്ല. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ചങ്ങാതി അവിടെ വിട്ടേക്കാൻ. അങ്ങനെയാണ് ആ പ്രവാചകൻ സ്വർഗത്തിൽ കയറിയത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് കഥ കേൾക്കണ പോലെ കേൾക്കാനല്ല, ഈ സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കും, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ? അള്ളാഹുവേ, പടച്ചവനെ സദസ്സിലിരിക്കുന്ന പെങ്ങന്മാരോട് സഹോദരങ്ങളോട്, അള്ളാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോ? ആ സ്വർഗ്ഗം തുറക്കുന്നതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രവാചകന്റെ പുറകിലാരാട്? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, ബദരീങ്ങള്, ശുഹദാക്കള്, സ്വഹാബത്ത്, താബീങ്ങള്, തബൗ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അള്ളാഹു ഇഷ്ടപ്പെട്ടവര്, ഇവരെല്ലാവരും കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്താണുള്ളത്? സ്വർഗം കിട്ടാൻ നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? 25, 30, 35, 40, 45, 50, 55, 60, 65 വയസ്സു പ്രായമുള്ളവരെ സദസ്സിലിരിക്കുന്നല്ലോ. ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുന്നല്ലോ, ഒരുപാട് കാലം കൊണ്ട് ഖുർആൻ ഓതുന്നല്ലോ, ഒരുപാട് കാലങ്ങൾ കൊണ്ട് ദിക്ർ പറയുന്നല്ലോ, ഒരുപാട് കാലം കൊണ്ട് സദഖ കൊടുക്കുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചെയ്തു കൂട്ടിയ ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു അൽഹംദുലില്ലാഹ്, ഏതെങ്കിലും ഒരു റക്അത്ത് നിസ്കാരം, ഏതെങ്കിലും കൊടുത്ത 1 രൂപയുടെ സദഖ അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ, അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ കൈമലർത്താനല്ലാതെ ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും ധൈര്യമില്ല. പിന്നെ എങ്ങനെയാ സ്വർഗത്തിൽ പോകുക? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ പടച്ചവനെ സദസ്സിലിരുന്ന 99% പേരും കൈവക്കിയല്ലോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? ഒരു എളുപ്പ വഴി പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഈ സഹാബിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമാ, പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാ. മുത്തുനബി എന്ന് പറഞ്ഞ ജീവനായിരുന്നു, പ്രവാചകനും അങ്ങനെ തന്നെയാണ്. ഈ ചെറുപ്പക്കാരനെ റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ
ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? സ്നേഹം കൂടിയപ്പോ, വല്ലാത്ത സ്നേഹം കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയ. ഈ സഹാബിക്ക് പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, പ്രവാചകനും ഈ സഹാബിയെ വല്ലാത്ത ഇഷ്ടം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിരുന്നു. ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിക്കുക, ഞാൻ തരാം. എന്തു വേണമെങ്കിലും ചോദിക്കുക, ഞാൻ തരാം. ആ സമയത്ത് ഈ ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ വരണം. സ്വർഗ്ഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം, അങ്ങയുടെ കൂട്ടുകാരനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. പൈസയോ പദവിയോ അധികാരങ്ങളോ കൊട്ടാരങ്ങളോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിക്ക്, സ്വർഗം ചോദിക്കല്ലേ. ഇല്ല നബി, എനിക്ക് സ്വർഗം മതി, വേറെ ഒന്നും വേണ്ട. നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതാണല്ലോ, വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? സഹോദരിമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? ലോകത്തിന്റെ നേതാവ് പറയുകയാ, ഞാൻ തരും, ഞാൻ കൊണ്ടുപോകും. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചിട്ട് മുത്തുനബി പറയുകയാ, എന്റെ കൂടെ കൊണ്ടുപോകും ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണമെങ്കിൽ എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. അല്ലാഹു കൂടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ.